കള്ളക്കഥകൾ പൊളിച്ച് ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടെ കോൺഗ്രസ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽ. എല്ലാ വിവരങ്ങളും KPCCക്ക് അറിയാമായിരുന്നുവെന്നും വ്യക്തമായി. ജനുവരി 1-ന് NM വിജയൻ എഴുതിയ കത്തുകൾ മകൻ നേതൃത്വത്തിന് നൽകിയിരുന്നു. ഇതുവരെ നേതൃത്വം നിഷേധിച്ചതെല്ലാം തെളിവുകളോടെ പുറത്തുവന്നതും നിയമക്കുരുക്കിലേക്ക് നേതാക്കൾ നീങ്ങുന്നതും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ബത്തേരി അർബൻ ബാങ്കിലെ ഉൾപ്പെടെ വൻ നിയമന കുഴ സ്ഥിരീകരിച്ചാണ് ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നത്. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ DCC പ്രസിഡന്റ് KL പൗലോസ് എന്നിവരുടെ സാമ്പത്തിക തിരിമറി തനിക്കുമേൽ ബാധ്യതയായെന്നാണ് കുറിപ്പിലെ ഗുരുതര വെളിപ്പെടുത്തൽ. മരണത്തിന് ഉത്തരവാദികളായവരെന്ന് പേര് പരാമർശിച്ചാണ് കത്തിൽ ഇവരെക്കുറിച്ചുള്ള ഉള്ളടക്കം. ഇതോടെ കോൺഗ്രസിലെ നേതൃനിര തന്നെ പ്രതിരോധത്തിലായി. IC ബാലകൃഷ്ണന് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പ്രത്യക്ഷ പിന്തുണ നൽകിയ നേതൃത്വവും കുരുക്കിലായി. KPCCക്കൊടുവിൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു. അന്വേഷണത്തിനു മുൻപേ പിന്തുണ നൽകിയതിൽ കോൺഗ്രസിൽ തന്നെ കടുത്ത ഭിന്നതയുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ട ND അപ്പച്ചൻ തന്നെ കുറ്റാരോപിതനായി നിൽക്കുകയാണ്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പിന്തുണയുണ്ടെന്ന് IC ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും മുൻപാകെ ആത്മഹത്യാക്കുറിപ്പുള്ളപ്പോഴാണ് പരസ്യ പിന്തുണ കോൺഗ്രസ് നൽകിയത് എന്നതും ശ്രദ്ധേയം. വൻ സാമ്പത്തിക ഇടപാടിൽ ആരോപണമുന ചെന്നെത്തുന്നതും ഇക്കാരണങ്ങളാൽ നേതൃത്വത്തിനെതിരെയാണ്. 2021-ൽ നിയമന അഴിമതിയുയർന്നപ്പോൾ KPCC പ്രഖ്യാപിച്ച അന്വേഷണം ആരോപണ വിധേയരെ സംരക്ഷിച്ചാണ് റിപ്പോർട്ടുണ്ടാക്കിയത്. അതിന്റെ ഇര കൂടിയായിരുന്നു NM വിജയൻ. 50 വർഷം കോൺഗ്രസിനൊപ്പം നടന്ന് ജീവിതം നശിപ്പിച്ചെന്ന മരണക്കുറിപ്പിലെ അവസാന വാക്കുകൾ തന്നെയായിരിക്കും കോൺഗ്രസിനെ ഇനി വേട്ടയാടുക. കൈരളി ന്യൂസ്, വയനാട്.